അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഈ പുന്നാരമോള് പറയുന്നത് കേട്ടില്ലേ? അവൾ പറയുന്നത് എന്താണെന്നറിയോ? അവൾക്കല്ല പ്രശ്നം, ഈ സമൂഹത്തിനാണ് പ്രശ്നം. മരണപ്പെട്ടു പോയ ദീപക്കിനായിരുന്നു പ്രശ്നം. അതെ, ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ പുന്നാരമോളെ, നിനക്കല്ല പ്രശ്നം. നിന്റെ വീട്ടിലിരിക്കണ തന്തയുണ്ടല്ലോ, തന്ത, നിന്റെ ഒരു പ്രൊഡ്യൂസർ, അയാൾക്കായിരുന്നു പ്രശ്നം. നിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് 10 രൂപ കൊടുത്ത് ഒരു കോണ്ടം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഈ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കത്തുമില്ല, സോഷ്യൽ മീഡിയയിൽ നീ ഇങ്ങനെ തെറുകയായിട്ട് ചാവത്തുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജനിക്കൂലല്ലോ. അത് നിന്റെ തന്ത ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അയാൾ അത് ചെയ്തില്ല. ഇത്തരം ഒരു വൃത്തികെട്ട വിത്തിനെ ഇങ്ങ് തറയിൽ തള്ളിയിട്ട്. അല്ലാണ്ട് എന്താ പറയുക? ഇവള് ദീപക് മരിക്കുന്നതിന് മുമ്പ് ഇവൾ അറിഞ്ഞിട്ടില്ല ദീപക് മരിച്ചെന്ന്. ഇവളെ വീഡിയോ 2.5 മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. അതിനു മുമ്പ് ഇന്നലെ തന്നെ ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ വീഡിയോ ചെയ്തായിരുന്നു ഇവൾക്കെതിരെ. അപ്പോൾ വളരെ നെഗറ്റിവിറ്റിയാണ് ഇവൾക്ക് ആ വീഡിയോയിൽ വന്നത്. അപ്പോൾ ദീപക് മരിച്ചത് നമ്മൾ അറിയുന്നത് ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോഴാണ്, മനസ്സിലായില്ലേ, അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവള് രാവിലെ ഇട്ടൊരു വീഡിയോ ആണ്, കൊണപതികാരം, കുറെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് നമുക്കാണ് തെറ്റുപറ്റിയത്, അതായത് ഇവള് കാണിച്ച തന്തയില്ലായ്മ തരം അത് നമ്മൾ ന്യായീകരിച്ചില്ല, അല്ലെങ്കിൽ അവളെ ന്യായീകരിച്ച് നമ്മൾ സംസാരിച്ചില്ല. എല്ലാവരും ദീപകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം ദീപകിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സഞ്ചിയുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബസ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി പോലെ കൈ തട്ടും. പക്ഷെ ഇവള് അങ്ങോട്ട് പോയിട്ട് മാറിടം കാണിച്ചു കൊടുക്കുകയാണ്. നോക്കണം, അങ്ങോട്ട് പോയിട്ട് ഇവള് മാറിടം കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യന്റെ കൈ ഒന്ന് തട്ടിയിട്ട് അദ്ദേഹം തട്ടിയോ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വീണ്ടും മാറി നിൽക്കുകയാണ്. അപ്പൊ ഇവള് ക്യാമറ സൂം ചെയ്ത് പിടിക്കുകയാണ്, മനസ്സിലായില്ലേ? അതിനെതിരെ ഞാനടക്കമുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പ്രതികരിച്ചു. അത് ഇവർക്ക് ഭയങ്കരമായ നെഗറ്റിവിറ്റി ഉണ്ടാക്കി. അപ്പൊ ഇവള് പറയുകയാണ്, സമൂഹമാണ് മാറേണ്ട, ഇവളല്ല മാറേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നീയും മാറണ്ടായിരുന്നു, നിന്റെ തന്ത ഒന്ന് മാറിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ തന്ത ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് ഈ സാധനത്തിന് ഒരു കോണ്ടം മേടിച്ചങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. ആ പ്രശ്നമാണ്, അദ്ദേഹം കോണ്ട ഇടാത്തതിന്റെ പ്രശ്നമാണ് ഇന്ന് ദീപക് എന്ന് പറയുന്ന ഒരു 39 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്, നിന്റെ തന്തയില്ലായ്മ തരം കൊണ്ട്. അപ്പൊ ഇതിനെ ജസ്റ്റിഫൈ ചെയ്ത് വരികയല്ലേ? ദാ വരുന്നുണ്ട് നിനക്ക് പുതിയ പണി. നല്ല ചൊണക്കുട്ടി വക്കീലായി ഇറങ്ങിയിരിക്കണത്. എന്താണ്, ഹസീബ നൗഫൽ എന്നെന്തുവാണ് കുട്ടീൻ്റെ പേര്. ഏതറ്റം വരെയും പോയി നിന്നെ പൂട്ടുമെന്നാ പറയുന്നത്. നല്ല പുലിക്കുട്ടിയാ. നമ്മള് ഉറപ്പായിട്ടും നിനക്കേറെ ഇനി എത്ര വീഡിയോ ചെയ്താലും നിന്നെ പൂട്ടിച്ചിട്ടേ അടങ്ങും.